സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഗാശിയയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ എന്നുള്ള സൂറത്ത്. തുടക്ക ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അംഗീകരിച്ചവർക്കുള്ള നിഅമത്തും അംഗീകരിക്കാതെ അവിശ്വസിച്ച ആളുകൾക്കുള്ള നിഅമത്തിനെയും കുറിച്ച് ശിക്ഷയെക്കുറിച്ചും അല്ലാഹു തആല പറഞ്ഞു. അതിനുശേഷം അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങളെ നമുക്ക് കാണിച്ചു തരികയാണ്. അതിലേക്ക് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു തആല നമ്മോട് നോക്കാൻ വേണ്ടി പറയുകയാണ്. അത്ഭുതങ്ങൾ ഈ ലോകത്ത് അല്ലാഹു എന്നൊരു സൃഷ്ടാവുണ്ട് എന്നും ഇതിനെല്ലാം പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നും കേവലം വെറുതെ ഭൂമിയൊന്നും ഉണ്ടായിത്തീർന്നതോ അല്ലെങ്കിൽ പ്രപഞ്ചം പെട്ടെന്ന് പൊട്ടിമുളച്ചതൊന്നുമല്ല. ഇവിടെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരു സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരാൾ ഇതിന്റെ പിറകിലുണ്ട്, ഒരു സംവിധായകൻ ഇതിന്റെ പിറകിലുണ്ട് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില ചോദ്യങ്ങളെ അല്ലാഹു ചോദിക്കുന്നു. അതിൽ ഒന്നാമത്തെ 4 കാര്യങ്ങളിൽ ഒരു ആയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ ആയത്ത് മാത്രമാണ് വിശദീകരിച്ചത്. അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. ഈ 4 വളരെ പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നുള്ള 4 എണ്ണമാണ് പറഞ്ഞത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് ഒന്നാമത്തെ ആ 4 എണ്ണത്തിലെ ഒന്നാമത്തെ ആയത്ത് നമ്മൾ വിശദീകരിച്ചു. ഒട്ടകത്തിലേക്ക് നോക്കാനാണ് അല്ലാഹു പറഞ്ഞത്. എങ്ങനെയാണ് ആ ഒട്ടകത്തെ നമ്മൾ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് അതിലുള്ള അത്ഭുതങ്ങൾ എന്താണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കണം, ആ ഒട്ടകത്തിലെ എങ്ങനെയാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അല്ലാഹു ചോദിച്ചു. ആ ആയത്തുമായി ബന്ധപ്പെട്ട ഒട്ടകത്തിലുള്ള അത്ഭുതങ്ങളും അതിന്റെ ശാസ്ത്രീയ വശങ്ങളും അല്ലാഹു നൽകിയിട്ടുള്ള അതിന്റെ ശാരീരികമായ ഘടനയിലെ സംവിധാനങ്ങളും ആ ഒട്ടകമെന്ന ജീവിക്കുന്ന നാടുമായി ബന്ധപ്പെട്ട് അതിന് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി അല്ലാഹു നൽകിയ വലിയ സംവിധാനങ്ങളുമെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ആ ഒരു ആയത്ത് ഒട്ടകത്തിനെ കുറിച്ച് സഫീനത്തു സഹറ എന്ന് പറഞ്ഞ ഒട്ടകത്തിനെ കുറിച്ച് മാത്രമാണ് വിശദീകരിച്ചത്. ഇനി അതിൽ രണ്ടാമതൊരായത്ത് പറയുന്നുണ്ട്, വൈലസ് സമാഇ കൈഫ റുഫിഅത്. രണ്ടാമത് അല്ലാഹു തആല ആകാശത്തിലേക്ക് നോക്കാനാണ് പറയുന്നത്, ആകാശത്തിന്റെ അത്ഭുതങ്ങൾ. മൂന്നാമത് വൈലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തിയത് എങ്ങനെ എന്നുള്ളതാണ് നോക്കാൻ പറയുന്നത്. വൈലൽ അർളി കൈഫ സുതിഹത്, മനുഷ്യനെ ജീവിക്കാനുള്ള അന്തരീക്ഷത്തിൽ പാകമാക്കിയെടുത്ത ഭൂമി പാരാവാരമായി കിടക്കുകയാണ്, അതിലേക്ക് നോക്കിയാലും നിനക്ക് റബ്ബിനെ അറിയാനാകും. ഈ 4 കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇബിലിനെ, ഒട്ടകത്തെ ആദ്യം പറയാൻ വേണ്ടി തെരഞ്ഞെടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. ഒട്ടകവും ആകാശം പർവ്വതം ഭൂമി, ഈ 4 എണ്ണാണ് പറഞ്ഞത്. 4 എണ്ണത്തിലും അത്ഭുതങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യനതിലേക്ക് നോക്കണം, ചിന്തിക്കണം. അതിനുവേണ്ടിയാണ് അല്ലാഹു എടുത്തു പറഞ്ഞത്. ഈ 4 എണ്ണം പറഞ്ഞപ്പോഴും എന്തുകൊണ്ടാണ് ഒട്ടകത്തെ ആദ്യം എടുത്തു പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. അവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിന് മറുപടി പറയുന്നത് എന്താണ്? മഹാനായ ഇമാം റാസി അടക്കമുള്ള മുഫസ്സിരീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു, ഒട്ടകത്തെ ആദ്യം എടുത്തു പറയാനുള്ള കാരണം അറബികളുടെ ഇടയിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. അവരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ 4 കാര്യത്തിലും ഒന്ന് അവരെപ്പോഴും ഉപയോഗിക്കുകയും യാത്രക്കും മറ്റൊക്കെ ഉപയോഗിക്കുകയും എല്ലാറ്റിനും അവർക്ക് പരിചയമുള്ള ഒരു വാഹനമായി അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നൊരു ജീവിയാണ് ഒട്ടകം.
അപ്പൊ അവരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, എപ്പോഴും അവര് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതം. ആ അത്ഭുതത്തെ ആദ്യം എടുത്തു പറയാം എന്ന നിലക്കാണ് അല്ലാഹു തആല ആദ്യം തന്നെ ഇബിലിനെ, ഒട്ടകത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, ഒട്ടകത്തിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞത്. കാരണം അറബികൾ ജാഹിലീയങ്ങളായ, വിവരമില്ലാത്ത, അവിശ്വാസികളായ ആളുകളിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. നമ്മളിപ്പോ കേൾക്കുന്നത് നമ്മൾ നേരത്തെ മുഅ്മിനീങ്ങളാണ്, നമ്മൾ ഈമാൻ കൊണ്ടവരാണ്, നേരത്തെ ഈമാൻ കൊണ്ട് ഈ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഖുർആൻ നമ്മൾ പഠിക്കുകയാണ്. എന്നാൽ നമ്മൾ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ സങ്കല്പിക്കണം. ഒരു വിശ്വാസം ഇല്ലാത്തൊരു വിഭാഗത്തിന്റെ ഇടയിലേക്ക് പുതിയൊരു വിശ്വാസം വരികയാണ്. അവരെ മുമ്പിലേക്ക് ഖുർആൻ ഇറങ്ങുമ്പോ അവരെങ്ങനെയാണ് ആ ഖുർആൻ അക്സെപ്റ്റ് ചെയ്യുന്നത്? പെട്ടെന്ന് അവർ സ്വീകരിച്ചെടുക്കണം. അതിന് എന്തെല്ലാം പോംവഴികളുണ്ടോ? കാരണം ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കയറാൻ വേണ്ടി ഒരു ഖുർആൻ, അപ്പൊ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെ ചൂണ്ടിക്കാണിച്ച് അവര് വരെ ശ്രദ്ധിക്കാത്ത ചില അത്ഭുതങ്ങളാണ്. അവരെപ്പോഴും ഒട്ടകത്തിന് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഒട്ടകത്തെ അവര് വാഹനമായി ഉപയോഗിക്കുന്നുണ്ട്, പല വിഷയങ്ങൾക്ക് ഒട്ടകത്തെ കാണുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒട്ടകത്തിന് കൺപോളക്ക് തന്നെ 3 പോളകളുണ്ട് എന്നോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളെന്നോ അവർ ചിന്തിക്കുന്നുണ്ടാകില്ല. 3 നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മണൽ കാറ്റ്, പൊടിക്കാറ്റടിച്ച് കണ്ണിൽ അത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല 3 രീതിയിലുള്ള കൺപീലികൾ, പോളകൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ട്രാൻസ്പെറന്റ് ആണ്, അടച്ചാലും കാണാൻ പറ്റും. അങ്ങനത്തെ രൂപത്തിലുള്ള സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുത്തു. പക്ഷെ ഇതൊന്നും ചിലപ്പോൾ അവർ സൂക്ഷ്മമായി അവര് പഠിച്ചിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരെപ്പോഴും ഇടപഴകുന്ന സംഗതിയായിരിക്കും. നമ്മൾ പറയില്ലേ, ഈ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് നമ്മൾ അറിയണേ, നമ്മളൊക്കെ എത്രയോ കാലത്ത് കണ്ട സംഭവമാണ് ചില വിഷയങ്ങൾ അറിയുമ്പോൾ എന്നതുപോലെ ഒട്ടക വരെ മുമ്പിലുണ്ട്. ഒട്ടകത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അവരതിനെ ഉപയോഗിക്കുന്നുണ്ട്, ഇതിനെ മാംസം കഴിക്കുന്നുണ്ട്, പാലെടുക്കുന്നുണ്ട്, വാഹനമായി ഉപയോഗിക്കുന്നുണ്ട്, എല്ലാറ്റിനും ഉപയോഗിക്കുന്നുണ്ട് ഒട്ടകത്തെ. പക്ഷെ ഒട്ടകത്തിലെ അത്ഭുതങ്ങളെ അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്, നിങ്ങളെ കാൽച്ചുവട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒട്ടകല്ലേ, ആ ഒരൊറ്റ ഒട്ടകത്തിനെ നോക്കിയാൽ, അതിലേക്ക് നിങ്ങൾ നോക്കിയാൽ സൂക്ഷ്മമായ നോട്ടം നോക്കണം. ആ ശ്രദ്ധ ചെലുത്തുകയാണ്. ഒരു ശ്രദ്ധ അങ്ങോട്ട് നോക്കാൻ വേണ്ടി പ്രത്യേകം പറയുമ്പോഴാണ് മനുഷ്യൻ അവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത മൃഗം, അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിൽ ഒന്നായ ആ മൃഗത്തിന്റെ ശാരീരിക ഘടനകളിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. അതിന് വേറെ വഴി പോയി നോക്കണ്ട. പർവ്വതത്തെ കുറിച്ച് പറയുമ്പോൾ നഞ്ഞിപ്പോ പർവ്വതമുള്ളിടത്തേക്കൊന്ന് പോയി നോക്കാം. ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ പാരാവാരമായി കിടക്കുന്ന ഭൂമിയെ കുറിച്ച് പഠിക്കണേ എത്ര പണിയുണ്ട്. ആകാശം പാരാവാരമാണ്, എവിടെ നോക്കിയാലും ആകാശമാണ് കാണുന്നത്, ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടൊന്നും ചിന്ത പോകണ്ട. നിങ്ങളെ മുമ്പിൽ, നിങ്ങളെ വീട്ടിൽ, നിങ്ങളെ ആലയിലുള്ള ആ മൃഗത്തിനെ മാത്രം നോക്കിയാൽ മതി. അത് ഇവിടെ തന്നെ ഉണ്ടല്ലോ, കൺമുമ്പിലുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ അല്ലാഹു തആല ആ അത്ഭുതത്തെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കണം. ഒട്ടകത്തിനെ നിങ്ങൾ നോക്ക്. ഇവിടെയുള്ള നിങ്ങളെ മുമ്പിലുള്ള ആ ഒരു ജീവിയിലേക്ക് മാത്രം നോക്കിയാൽ മതി. വലിയൊരു ദുനിയാവാകെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പർവ്വതങ്ങളും ആകാശങ്ങളും ഭൂമികളും ഒക്കെ പറയുമ്പോൾ അതിന് കുറെ ഉണ്ടല്ലോ, അതിപ്പോ കൂടി മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട് എന്നൊക്കെ ചിന്തിക്കാനുണ്ട്. പക്ഷെ ആദ്യം തന്നെ അല്ലാഹു തആല അതുകൊണ്ടാണ് ഇബ്ലിനെ, ഒട്ടകത്തെ പറഞ്ഞത്. മനുഷ്യ, നീ ഒട്ടകത്തിലേക്കൊന്ന് നോക്കണം. നീ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്, അതിലേക്ക് നോക്കണമെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. രണ്ടാമതായി നോക്കൂ നിങ്ങൾ, രണ്ടാമതായി അല്ലാഹു തആല പറയുന്നത് ആകാശത്തെയാണ്. ആ ആകാശം എന്ന മേൽക്കൂരയെ എങ്ങനെയാണ് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്? ഒരു തൂണില്ല, ഒരു ചുമരില്ല, ഒന്നും തന്നെ നമുക്ക് കാണാനില്ല. അങ്ങനെ ഒരു തൂണും ചുമരും ഒന്നുമില്ലാതെ ഒരു മേൽക്കൂര ഇങ്ങനെ നമ്മുടെ മുകളിൽ നിൽക്കുകയാണ്. ആ മേൽക്കൂരയെ അന്തരീക്ഷത്തിൽ അല്ലാഹു എങ്ങനെയാണ് താങ്ങിപ്പിടിച്ച് നിർത്തിയത്, എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിലേക്ക് നോക്കിയാൽ ഇതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് രണ്ടാമതായി ആകാശം പറയാണ്. നിന്ന നിൽപ്പിൽ നിന്നിട്ട് മേലോട്ട് നോക്കിയാൽ മതി. നിന്ന നിൽപ്പിൽ നിന്ന് മേലോട്ട് നോക്കിയാൽ മതി. ആകാശം എവിടെ നോക്കിയാലും, അങ്ങോട്ട് നോക്കിയാലും, വലത്തോട്ട്, ഇടത്തോട്ട്, മുകൾ ഭാഗം ചേർത്ത് നോക്കിയാൽ എല്ലാം ആകാശം കാണുന്നുണ്ട്. എവിടെ ആകാശത്തിന്റെ ഒരു പൊട്ടോ വിടവോ ഒന്നും കാണുന്നില്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആകാശത്തിന് എത്ര ഭംഗിയായിട്ടാണ് അല്ലാഹു സംവിധാനിച്ചത്. എവിടെയും ഒരു പൊട്ടുപോലും, ഒരു വിള്ളൽ പോലും ആകാശത്തിന് ഇല്ലല്ലോ, അല്ലെ? നമ്മൾ ചെറിയൊരു ഡാർപ്പായ അല്ലെങ്കിൽ ഒരു പന്തലിട്ടാൽ തന്നെ എത്ര തുള ഉണ്ടാവും.
അല്ലേ? ഒരു ടാർപ്പായ തൽക്കാലം ഒന്ന് വലിച്ചെട്ടിയപ്പോഴേക്ക് കാറ്റടിച്ചപ്പോഴേക്ക് അതൊക്കെ കീറി പൊട്ടി പോവാണ്. അല്ലെ, ആലോചിച്ച് നോക്കിയേ. ഒരു ചെറിയ പായ നമ്മള് ഒരു വാഹനം നിർത്താനോ വിറക് വെക്കാനോ എന്തെങ്കിലും സമയം താൽക്കാലികമായി ഒന്ന് വലിച്ചെട്ടിയാൽ തന്നെ 2 ദിവസം തയ്ച്ചു നിൽക്കൂല. അപ്പോഴേക്കത് കാറ്റടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അത് പൊട്ടിപ്പോരും. എത്ര പ്രയാസപ്പെടുന്നുണ്ട്. എന്നാൽ അള്ളാഹു ചോദിക്കാണ് സൂറത്തുൽ ഖാഫിന്റെ 6-ാമത്തെ ആയത്ത്, ഇതേ ആശയം അല്ലാഹു പറയാണ്, അഫലം യൻദുറൂ ഇലസ്സമാഇ ഫൗഖഹും, മനുഷ്യ നിങ്ങൾ നോക്കുന്നില്ലേ എങ്ങോട്ട്? ഇലസ്സമാഇ ഫൗഖഹും, നിങ്ങൾ നേരെ മേലെ ആകാശത്തേക്ക് നിങ്ങളൊന്ന് നോക്കണം. എന്താണ് നോക്കേണ്ടത്? കൈഫ ബനൈനാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്, എങ്ങനെയാണ് അല്ലാഹു അതിനെ വളരെ ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്നു. കൈഫ ബനൈനാ, അല്ലാഹ് എങ്ങനെയാണ് അതിനെ സംവിധാനിച്ചത്, ഉണ്ടാക്കിയിട്ടുള്ളത്. വസയ്യനാഹാ, എത്ര മനോഹരമായിട്ടാണ് ആകാശത്തെ അല്ലാഹു നമ്മുടെ മുമ്പിൽ വെച്ചത്. വമാ ലഹാ മിൻ ഫുറൂജ്, നമ്മുടെ പായ വലിച്ചെട്ടിയപ്പോഴുള്ള തൊള പോലെ, ഒരു കീറൽ പോലെ, ഒരു മിസ്റ്റേക്കും ഇല്ലാതെ, ചെറിയൊരു ഓട്ട പോലും ഇല്ല. അല്ലെ, 2ാം ആകാശം ആരെങ്കിലും കണ്ടോ? അതിന്റെ ഇടയിലൂടെ ചെറിയൊരു ഹോളുണ്ടായിട്ട് 2ാം ആകാശം കണ്ടിരുന്നോ? ഇല്ല. 2ാം ആകാശം ഉണ്ട് എന്നുള്ളത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. ശാസ്ത്രം ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ശാസ്ത്രം ഒരു ആകാശമുള്ളൂ എന്ന് പറഞ്ഞു. നമ്മളിപ്പോഴും 7 എണ്ണം ഉണ്ട് എന്നുള്ളടത്താണ് നിൽക്കുന്നത്. ഭൂമിക്കും അറകളുണ്ട്. അതുകൊണ്ടാണ് 7 ഭൂമികൾ എന്ന് പറയാനുള്ള കാരണം. ഭൂമിക്ക് അറകളുണ്ട്. ഈ സവാള പോലെയാണ് തോടില്ലേ എന്നതുപോലെ ഭൂമിക്ക് അറകളുണ്ട്, തോടുകളുണ്ട് പുറത്ത്. ഭൂമി ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകാശം 7 എണ്ണം, 7 തട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശവും കടന്നിട്ടാണ് ഇസ്രാ മിറാജിന്റെ യാത്രയിൽ പോയത്. ഓരോ ആകാശത്തും ഓരോ നബിമാര് സ്വീകരിക്കാൻ വേണ്ടി നിന്നിരുന്നു എന്നാണല്ലോ. 7 ആകാശമുണ്ട്. പക്ഷെ ശാസ്ത്രം ഇപ്പോഴും ഒരു ആകാശത്തുമേ നിൽക്കുന്നത്. മാറും, ഭാവിയിൽ അത് മാറി വരും. മാറാത്തതെല്ലാം മാറ്റിയിട്ടുണ്ട് ശാസ്ത്രം. അതുകൊണ്ട് ഇനി ഇൻഷാ അല്ലാഹ് അത് മാറി വരും. ഖുർആൻ ഇപ്പോഴും പറയുന്ന 7 ആകാശമുണ്ട്. അതുകൊണ്ട് 7 ആകാശങ്ങൾ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹു പറയാണ് ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ആ ആകാശത്തിന് എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചത്. നീല നിറം. ആകാശത്തിന്റെ നിറം നീലൊന്നുമല്ല. ആകാശത്തിന്റെ നിറം നീലയല്ല. നമ്മൾ നോക്കുമ്പോൾ ആ ശൂന്യാകാശം നീല നിറത്തിലാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണ്? അത് അവിടെയുള്ള അന്തരീക്ഷത്തിലുള്ള ചില വായുവിനെയും അതുപോലെ തന്നെ മറ്റൊക്കെ ലൈറ്റുകൾ, സൂര്യത്തിന്റെ പ്രകാശം അടിക്കുന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ആകാശത്തിന്റെ കളർ ചേഞ്ച് ആവുന്നത്. ആകാശം വെറും നീല കളറാണെങ്കിൽ എപ്പോഴും നീല കളറായി നിൽക്കണം. സൂര്യാസ്തമയ സമയത്തും സൂര്യൻ ഉദിക്കുന്ന സമയത്തും ആകാശത്തിന്റെ നിറം മാറും. ചിലപ്പോൾ മഞ്ഞയാകും, ചിലപ്പോൾ കടും ചുവപ്പാകും, ചിലപ്പോൾ ഓറഞ്ച് ആകും, നിറം മാറും. അപ്പൊ അതെന്താണ്? അത് സൂര്യപ്രകാശത്തിന്റെ ചലനങ്ങൾ അനുസരിച്ചാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയവും നീലയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ആകാശത്തിന്. അപ്പൊ ആകാശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയുടെ ചുറ്റുഭാഗത്തും എത്രയോ ഗ്രഹങ്ങളുണ്ടല്ലോ. ആ ഗ്രഹങ്ങളെയൊക്കെ മൊത്തത്തിൽ വലയം ചെയ്ത് നിൽക്കുകയാണ് ആകാശം. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഇതൊന്നാണ്. അള്ളാഹുവിന്റെ വലിയ പ്രപഞ്ചത്തിലെ ഇത്രയും ഗാലക്സികളുടെ ഇടയിലെ ഒരു ചെറിയ ഒരു ഗ്രഹമാണല്ലോ, ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ടാണ് ചന്ദ്രനിലേക്ക് എപ്പോഴും മനുഷ്യന്റെ ചില സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചന്ദ്രൻ, ആ ചന്ദ്രനിലേക്ക് ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട്? 3,84,400 കിലോമീറ്റർ ചന്ദ്രനിലേക്കുണ്ട്. ആ ഭൂമിയിൽ, നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് അത്രയും വഴി ദൂരമുണ്ട്. പിന്നെ അതുപോലെ തന്നെയുള്ള ഗ്രഹങ്ങളുണ്ട്. ചൊവ്വയുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ചൊവ്വയാണ്. അടുത്തടുത്തുള്ള ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളൊക്കെ ആയിട്ടുണ്ട്. അത് ഓരോ ഗ്രഹങ്ങൾക്കും അതിനെ വലയം ചെയ്യുന്ന മറ്റുള്ള ഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു രാത്രിയിൽ ഇറങ്ങി, മേഘങ്ങളില്ലാത്ത ഒരു രാത്രിയിൽ നമ്മൾ നോക്കിയാൽ നല്ല ഭംഗിയായി മറ്റുള്ള ഗ്രഹങ്ങളൊക്കെ എങ്ങനെ കത്തിത്തിളങ്ങി നിൽക്കുന്നത് കാണാൻ പറ്റും. അല്ലാഹു ചോദിക്കുകയാണ്, മനുഷ്യ നീ ആകാശം നിൽപ്പിൽ നിന്നൊന്ന് മേലോട്ട് നോക്ക്. നിന്റെ ഒരു വീടിന്റെ ചോർച്ചയില്ലാത്ത വീടാക്കി മാറ്റാൻ എത്ര നീ പാടുപെടുന്നുണ്ട്. ഈന്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞ് വീട്ടിൽ ചോർച്ചയില്ലാതെ പാടുപെടുന്ന മനുഷ്യരുടെ മുമ്പിലേക്കാണ് ഖുർആൻ ഇറങ്ങുന്നത്. സ്വന്തം ഒരു വീടിനെ 4 കാല് കൊടുത്തതിൽ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് തോർന്നു വരാതിരിക്കാൻ വേണ്ടി എത്രത്തോളം നീ പാടുപെടുന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയെ മുഴുവനും അകത്താക്കിക്കൊണ്ട്, അതുപോലെയുള്ള എത്രയോ ഗോളങ്ങളെ അകത്താക്കിക്കൊണ്ട് എല്ലാറ്റിനെയും വലയം ചെയ്തൊരു ആകാശത്തെ ഇവിടെ അല്ലാഹു തആല പന്തൽ വിരിച്ചിട്ടുണ്ട്.
എവിടെ അതിനൊരു തൂണ് പോലും ഇല്ലല്ലോ. നമ്മളിപ്പോ ഈ പള്ളി എത്ര 4000 സ്ക്വയർ ഫീറ്റ് 4000 സ്ക്വയർ ഫീറ്റ് അല്ലെ? 4000 സ്ക്വയർ ഫീറ്റ്. 4000 സ്ക്വയർ ഫീറ്റില് എത്ര പില്ലർ വന്നു? എത്ര പില്ലർ വന്നിട്ടുണ്ട്? അതുപോലെ തന്നെ ചുമരിലും വന്നു പില്ലർ. നമ്മൾ ഈ കാണുന്ന പില്ലറുകൾ മാത്രമല്ല. അപ്പൊ ഇങ്ങനെ ഈ 4000 സ്ക്വയർ ഫീറ്റിനകത്ത് നിൽക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടി മാത്രം നമ്മളത് എത്രയോ വലിയ ഫൗണ്ടേഷൻ കൊടുത്ത് അതിൽ നിന്ന് നല്ല ഭീമമായ സംഖ്യ ചെലവഴിച്ച് നമ്മൾ വലിയ പില്ലറുകൾ കൊണ്ടുവന്ന് അതിനോടൊപ്പം ചുമര് കൊണ്ടുവന്ന് അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്, അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. എന്നാൽ ആകാശത്തിന് ഈ പറഞ്ഞ തൂണുകളില്ല. അത് പറഞ്ഞ ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ മെനക്കെട്ടുണ്ടാക്കിയതാണെങ്കിൽ ഒരു ചെറിയ ഹോള് പോലും അതില്ല. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുകയാണ്, മനുഷ്യ നീ ആകാശത്തിലേക്കൊന്ന് നോക്കണം, ആ ആകാശത്തിന്റെ അത്ഭുതങ്ങളെ നീ വായിക്കണം, അറിയണം. എത്രയാണ് ആകാശത്തിലെ അത്ഭുതങ്ങൾ? നമ്മൾ ഇസ്ലാമികമായി നോക്കിയാൽ തന്നെ ഒന്നാം ആകാശത്തിന്റെ അടിയിലുള്ള അത്ഭുതങ്ങളെയാണ് ശാസ്ത്രം പറയുന്നുള്ളൂ. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ നമ്മൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ആകാശം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നാണ് കുറച്ചാണ് പോയാൽ അടുത്തേക്ക് എത്തുന്നു. പക്ഷെ അവിടുന്ന് വീട്ടിൽ നോക്കും, വിമാനത്തിൽ നിന്ന് വീട്ടിൽ നോക്കുമ്പോ പിന്നെ ഇത് അങ്ങോട്ട് പിടുത്തുമിട്ട് പോവാണ്. ഇത് അടുത്തെത്തിന്ന് യാതൊരു തോന്നലില്ല. പിന്നെ അവിടുന്ന് എത്രയോ ദൂരെയാണ്. അപ്പൊ ഇതിന്റെ എത്രയോ അകലെ എല്ലാം വിട്ട് കിടന്നിട്ടാണ് ഈ ഒന്നാം ആകാശം തന്നെ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് അങ്ങോട്ടുള്ള അന്തരീക്ഷത്തിന്റെ സ്വഭാവങ്ങൾ മാറി അല്ലെ? ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യവാസത്തിന് അല്ലാഹു ഭൂമിയെ പറയുമ്പോ പറയാം, മനുഷ്യവാസത്തിന് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയ ഒരു അന്തരീക്ഷമാണ് അല്ലാഹു ഭൂമിയിൽ സംവിധാനിച്ചത്. ഈ ശ്വസിക്കാനുള്ള വായും ഈ ഓക്സിജനും ഇതൊന്നും മറ്റിവിടുന്ന് അങ്ങോട്ട് വിട്ടാലുള്ള ഗ്രഹങ്ങളിലില്ല. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും തന്നെ മനുഷ്യവാസമില്ല. അപ്പോൾ അന്വേഷിക്കാണ് അവിടെ എവിടെയെങ്കിലും മനുഷ്യന്മാരുണ്ടോന്നില്ല. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഖുർആൻ പറഞ്ഞു അവിടെ നിൽക്കണം, നമ്മൾ അവിടെ നിൽക്കണ്, നമുക്ക് ഡൗട്ടില്ല. അവിടെ എവിടെയെങ്കിലും ഇനി മനുഷ്യന്മാരുണ്ടോന്ന് പോയി നോക്കുകയാണ്. അവിടെ എവിടെയും മനുഷ്യന്മാരില്ല, തെരഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മനുഷ്യരെ ഭൂമിയിലേക്കാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ തന്നെയാണുള്ളത്, വേറെ എവിടെയല്ല. ഇവിടെ ആയതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവിടെ ഇറക്കുകയും ഇവിടെ സംവിധാനിച്ചു കൊടുക്കുകയും ചെയ്ത് ഭൂമി മനുഷ്യ വാസയോഗ്യമായ ഒരു സ്ഥലമാണെന്ന് കൃത്യമായ ബോധ്യം അള്ളാഹുവിന്റെ സൃഷ്ടാവിനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും വല്ല മനുഷ്യൻ കുഞ്ഞുണ്ടോ എന്ന് തെരഞ്ഞുകൊണ്ട് ആവശ്യമില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, രണ്ടാമത്തെ അല്ലാഹു തആല അത്ഭുതത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. വഇല സമാഇ കൈഫ റുഫിഅത്. മൂന്നാമതായി അല്ലാഹു പറയാണ് വഇലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളെ അല്ലാഹു തആല എങ്ങനെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കണം അല്ലേ? ഭൂമിയുടെ ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു തആല പർവ്വതങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. ഭൂമിയുടെ ബാലൻസ് ക്ലിയർ ചെയ്യാൻ. ഭൂമിക്കകത്ത് വെള്ളമുണ്ട്. നമ്മള് ഒരു പന്തിൽ അല്ലെങ്കിൽ വലിയൊരു ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ആ ബലൂൺ ഇങ്ങനെ പിടിച്ച് കുറച്ച് പകുതി വെള്ളം ഉണ്ടെങ്കിൽ ചെറിയ അങ്ങോട്ടും കൂടി ചെരിവ് ഉണ്ടാവുമ്പോ ഇതിന്റെ മുകൾ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഉരുട്ട് പെട്ടെന്ന് വീഴും. ബാലൻസ് ക്ലിയർ ചെയ്യണം. ഭൂമിക്കകത്ത് ഭൂഗർഭജലുണ്ട്. ഭൂമിയുടെ അകത്ത് നമ്മൾ കിണർ കുഴിക്കുമ്പോൾ ലഭിക്കുന്ന വെള്ളമല്ല, അത് മനുഷ്യന് കുടിക്കാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച വെള്ളമാണ്. ഭൂമിയുടെ പുറന്തോടുകളിലുള്ള വെള്ളം. അവിടെ നിന്നും കഴിച്ചിട്ട് നമ്മളുണ്ടല്ലോ മറ്റേ സാധനം കുഴൽക്കിണർ കുത്തിയിട്ട് എടുക്കുമല്ലോ അല്ലെ, ഇഞ്ചക്ട് ചെയ്തിട്ട് വലിച്ചെടുക്കണ അത് ഭൂഗർഭജലാണ്. അത് മനുഷ്യന് കുടിക്കാൻ പറ്റിയ വെള്ളമല്ല. അതുകൊണ്ടാണ് ഈ കുഴൽക്കിണറിലെ വെള്ളം എന്താണ് കുടിക്കുമ്പോൾ വേറൊരു ചുവയുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഗ്ലാസ്സിലൊക്കെ ആയി കഴിഞ്ഞാൽ കറ വരുന്നുണ്ട് അല്ലെ, അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് മനുഷ്യന് കുടിക്കാനുള്ള വെള്ളമല്ല, പക്ഷെ മനുഷ്യനെ അതിക്രമിച്ചെടുക്കുകയാണ്. ഭൂമിയുടെ ബാലൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അള്ളാഹു സംവിധാനിച്ച വെള്ളമാണത്. ഭൂമിയിൽ തന്നെ ഭൂമി മൊത്തത്തിൽ 70% വെള്ളമാണ്. 70% വെള്ളമാണ്, കടലാണ്, വെള്ളമാണ്. ബാക്കി 30% ഉള്ളൂ കര. അതിൽ കാട് കുറെ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യ വാസസ്ഥലങ്ങളുള്ളൂ. അപ്പൊ ഇത്രയും വെള്ളമാണ്. അതിലും ഭൂമിയുടെ ഉള്ളിലും വെള്ളം. ഭൂഗർഭജലം എന്ന് പറയുന്നത് നമുക്ക് കുഴൽക്കിണർ കുത്തി വലിച്ചെടുക്കാനുള്ളതല്ല. അപ്പൊ ആ വെള്ളം നമ്മൾ വലിച്ചെടുത്ത് അതിനുള്ള ബാലൻസ് ക്ലിയർ തെറ്റും. അപ്പൊ ഭൂചലനം ഉണ്ടാകും അല്ലേ? അതുപോലെയാണ് പർവ്വതം ആണികളാണ്. ഖുർആൻ പറഞ്ഞല്ലോ, പർവ്വതം ഭൂമിയുടെ മുകളിൽ ആണിയായിട്ടാണ്. നമ്മളൊരു സംഭവം ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ ആണി അടിക്കുന്ന എന്തിനാ? അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. എന്നതുപോലെ അല്ലാഹു ഭൂമിയുടെ കുലുക്കങ്ങളും ചലനങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ ആണികളാക്കിയിട്ട് ചില സ്ഥലത്ത് കൂടുതൽ പർവ്വതം കാണാൻ പറ്റും,
ചില സ്ഥലത്ത് പർവ്വതം ഉണ്ടാവില്ല. അതൊക്കെ ഭൂമിയുടെ നില എങ്ങനെയാണ്, അവിടെ എവിടെയാണ് ബാലൻസ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് സൃഷ്ടാവായ അള്ളാഹുവിന് അറിയാം. അതുകൊണ്ട് അള്ളാഹു അതെല്ലാം സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കുറെ പർവ്വതങ്ങൾ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് ഇങ്ങനെ പർവ്വതങ്ങളെ കാണാൻ പറ്റും. എന്നാൽ ചില രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പർവ്വതം കാണാനേ ഇല്ല, നിരന്ന മരുഭൂമിയാണ്. എന്നാൽ ഒമാന് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയാലോ വലിയ വലിയ പർവ്വതങ്ങൾ, അത് സാധാരണ മണ്ണല്ല, മാർബിൾ പോലെയുള്ള കല്ലുകൾ. ചില മലകൾ വെറും പാറക്കല്ല് മാത്രം, അവിടെ വെയിറ്റ് കൂടുതൽ വേണം, 2 ആണി എടുക്കേണ്ട സ്ഥലമാണ് അവിടെ. ഇങ്ങനെ അള്ളാഹുവിന് അറിയാം ഇത് എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടതെന്ന്. അതുകൊണ്ട് അള്ളാഹു തആല പറയാണ്, വഇലൽ ജിബാലി കൈഫ നുസിബത്, മനുഷ്യ നീ ഒന്ന് നോക്കണം, നീ നോക്കണം എന്തിനാണ് ഇത് വെച്ചത്. പർവ്വതം ഭൂമിയുടെ ചലനങ്ങൾ തടയാൻ വേണ്ടി, ഭൂചലനത്തെ തടയാൻ വേണ്ടി, അതിനുവേണ്ടി ഉറപ്പിക്കാനാണ് പർവ്വതങ്ങളെ അള്ളാഹു വെച്ചത്. എന്നാൽ ആ പർവ്വതങ്ങൾ ഇന്ന് നമ്മൾ മനുഷ്യൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. വെള്ളം വലിച്ചെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ മനുഷ്യൻ ആ പർവ്വതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? പാറക്കല്ലുകൾ പൊട്ടിച്ചെടുത്ത് കോറികൾ ഉണ്ടാക്കി, ക്രഷർ പൊടികൾ ഉണ്ടാക്കി, പർവ്വതങ്ങൾ ഇടിച്ചു നിരത്തി. അപ്പൊ അതെന്ത് ചെയ്യും? സ്വാഭാവികമായും ഭൂമിയുടെ ഒരു അണി പറിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇളക്കം സംഭവിക്കും, അല്ലെ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ മനുഷ്യൻ അതിക്രമിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ഭൂചലനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അല്ലാഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളെ മനുഷ്യൻ അതിക്രമിച്ച് കയറാൻ തുടങ്ങി. ഇപ്പൊ കണ്ടില്ലേ, മറ്റേ വെനസ്വേലയിൽ ഭൂചലനം നടന്നു, എത്രയോ ആളുകളാ മരിച്ചത്, 150 എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തുള്ളൂ. അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് വിലക്കുള്ളത് കൊണ്ട് കൃത്യമായ വാർത്ത പുറത്തു വരുന്നില്ല. 10,000 മുതൽ 1,00,000 വരെയുള്ള മരണം ഇപ്പോൾ നടന്നു എന്നുള്ള നിഗമനത്തിലാണ് മാധ്യമങ്ങളുള്ളത്. മാധ്യമങ്ങൾ പറയുന്നത് പൂർണ്ണമായിട്ടാണ് വിശ്വസിക്കാനും പറ്റൂല. നമ്മളടുത്ത മാധ്യമം കേട്ടോ. ഇപ്പൊ സ്വർണത്തിന്റെ വില, സ്വർണത്തിന് ഒരു 25 റുപ്യ കുറഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് വാർത്ത വരും ഒന്നായിട്ട് ഇടിഞ്ഞു പറയുമ്പോൾ ഒരു 25,000 കഴിഞ്ഞ ശേഷം നോക്കുമ്പോൾ ആകെ 25 റുപ്യ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെ കാണാൻ പിറ്റേ ദിവസം കുത്തനെ മേലോട്ട് എവിടെ ആകെ 25 റുപ്യ പിന്നെ കൂടിയിട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് നമ്മളെ മാധ്യമങ്ങൾ, എല്ലാ വാർത്താ മാധ്യമങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ ഒന്നും നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കണ്ടില്ലേ, ഈ രാജ്യത്ത് നടന്ന ഭൂചലനം എത്ര ആളുകളാ ഇന്നും നിലയൊക്കെ ഇപ്പോഴും ആളുകളെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമി അങ്ങോട്ട് കുലുങ്ങിയാൽ മനുഷ്യൻ എന്ത് ചെയ്യും? അള്ളാഹു നൽകിയ സംവിധാനങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ, മനുഷ്യൻ കൈക്കടത്തലുകൾ വരുത്തിയപ്പോൾ കരയിലും ഖുർആൻ പറഞ്ഞു, മനുഷ്യന്റെ കരങ്ങളിൽ നിന്നാണ് ഈ ഭൂമിയിലും കടലിലും ഒക്കെ ഈ പ്രയാസങ്ങൾ ഉണ്ടാക്കണം. മനുഷ്യൻ കൈകടത്തി. അപ്പോൾ അള്ളാഹു സംവിധാനങ്ങളിലെ ഓരോ ആണികൾ പറിച്ചു, വേണ്ടെടുത്ത് വെച്ചതൊക്കെ എടുത്തു മാറ്റി. അപ്പൊ തിളങ്ങാൻ തുടങ്ങി, മനുഷ്യനിതറിയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയാണ്, മനുഷ്യ നീ നോക്കണം, ചിന്തിക്കണം. വൈലൽ ജിബാലി കൈഫ നുസിബത്, ചുരുക്കി പറയാം, നീ പർവ്വതത്തിനെ എങ്ങനെയാണ് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത്, നിലയുറപ്പിച്ചിട്ടുള്ളത് നോക്കണം. വൈലൽ അർളി കൈഫ സുതിഹത്, നിങ്ങൾക്ക് ഭൂമിയെ അള്ളാഹു തആല എത്ര മനോഹരമായിട്ടാണ് പരത്തി തന്നതെന്ന് പറഞ്ഞാൽ, ഭൂമി ഉരുണ്ടിട്ടാണെങ്കിലും നമ്മൾ എങ്ങനെ പോയാലും ഇപ്പൊ ഇത് ഇങ്ങനെ പോകുന്നില്ലല്ലോ, അല്ലെ? ഭൂമി ഉരുണ്ടിട്ടാണെങ്കിലും നമ്മളിപ്പോ ഇവിടുന്ന് ഇങ്ങനെ പോയാൽ അങ്ങോട്ട് പോയി വീഴാൻ പോണില്ലല്ലോ. ഇത് പരന്നിട്ട് തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം, അല്ലെ? അതെന്തുകൊണ്ടാ നമ്മള് ഒരു ഉരുണ്ട സാധനം അതിന്റെ മുകളിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടുന്ന് അങ്ങോട്ട് അയൽവാസിന്റെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വീഴാൻ പോണില്ലല്ലോ. എപ്പോഴും പരന്നുകൊണ്ട് തന്നെ മനുഷ്യൻ ഓടി നോക്കുമ്പോൾ പൂർണ്ണമായും പരന്നുകൊണ്ടാണ്. അപ്പൊ അത് വെച്ചാണ് ഖുർആൻ പറയുന്നത്, ഈ ഭൂമിയെ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യത്തോടുകൂടെ ഭൂമി അല്ലാഹു തആല പരത്തി തന്നു എന്ന് പറയുന്നത്. ഭൂഗുരുത്വാകർഷണമുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഏറ്റവും മുകളിലാണ് നമ്മൾ വിചാരം, അല്ലെ? നമ്മളിപ്പോ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിന്റെ ഏറ്റവും നടുവിലാന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സൈഡിലേക്കൊന്നും പോവാത്തെന്നാണ്. അതൊന്നല്ല, എത്ര ആളുകൾ എവിടെയെല്ലാം താമസിക്കുന്നുണ്ട്. അപ്പൊ അത് ഭൂമിന്റെ സൈഡിലാകാം, ഭൂമിന്റെ അടിഭാഗത്താകാം, ഇങ്ങനെ റൗണ്ടിന്റെ ഏത് ഭാഗത്തും ആകല്ലോ. അത് മേപ്പ് നോക്കി അറിയാൻ പറ്റും എവിടേക്കാണ് വരുന്നത്. അപ്പൊ ഏതായാലും എന്തുകൊണ്ടാണ് അവിടെ അള്ളാഹു ഭൂമിയെ പരത്തി തന്നു എന്ന് പറയാനുള്ള കാരണം, ഭൂഗുരുത്വ ആകർഷണമുള്ളത് കൊണ്ട് തന്നെ മനുഷ്യനെ അതിൽ നിന്ന് വഴുതി വീഴുന്നില്ല. ഭൂമി മേലോട്ട് എന്തിട്ടാലും താഴോട്ട് വരുന്നുണ്ടോണ്ടാണ് ഭൂഗുരുത്വാകർഷണം ഉള്ളതുകൊണ്ടാണ്. ഭൂഗുരുത്വാകർഷണം എന്തുകൊണ്ടാണ് ഫ്ലൈറ്റ് അത്രയും അടികൾ മുകളിൽ പോകാനുള്ള കാരണം എന്താ? ഇത്രയും അടി മുകളിലേക്ക് പോയാൽ ഭൂഗുരുത്വാകർഷണം ഇല്ല. പിന്നെ അവിടുന്ന് ഒരു സാധനം ഇട്ടാൽ പെട്ടെന്ന് നിലത്തേക്ക് പോരൂല. അപ്പൊ അതിലൂടെ റൺ ചെയ്യാൻ എളുപ്പമുണ്ട്, വേഗത ഉണ്ട്.
താഴോട്ട് വരുന്ന അന്തരീക്ഷത്തെ പോലെയല്ല. താഴോട്ട് വരുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ടേക്ക് ഓഫ് ചെയ്യുമ്പോഴേ വിമാനത്തിന് വലിയ പ്രയാസമുള്ളൂ. ഈ ഭൂഗുരുത്വാകർഷണത്തിൽ നിന്ന് എൻജിൻ വർക്ക് ചെയ്യിപ്പിച്ചതിൽ നിന്ന് ഇതിനോട് എതിരെ വർക്ക് ചെയ്തിട്ട് പൊങ്ങണം. ഇറങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഭൂഗുരുത്വാകർഷണം ഉണ്ടാകും. അപ്പോ അതിനെ ലിമിറ്റ് ചെയ്തിട്ട് ഇറക്കണം. പൊങ്ങിക്കഴിഞ്ഞാൽ എത്ര അടി പൊങ്ങിക്കഴിഞ്ഞാൽ ഓക്സിജന്റെ പരിധി വിട്ടു. ഓക്സിജൻ കൃത്രിമമായിട്ട് ഫ്ലൈറ്റിനകത്ത് ഓക്സിജൻ കൊടുക്കുകയാണ്. പിന്നെ ഭൂഗുരുത്വാകർഷണം കുറഞ്ഞു. താഴോട്ടൊരു വലിവില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഒരു വാഹനത്തിന് സഞ്ചരിക്കാൻ പ്രയാസമല്ല. മേഘങ്ങൾക്ക് അപ്പുറത്ത് അതിന് മുകളെ മഴ പെയ്യാത്തൊരു അന്തരീക്ഷം. മേഘങ്ങൾക്ക് താഴെയാണ് മഴ പെയ്യുന്നത്. നമ്മൾ ആലോചിക്കും ഈ ഇടിമിന്നലും മഴയും എല്ലാം ഉണ്ടാകുമ്പോൾ ഫ്ലൈറ്റിന്റെ സഞ്ചാരത്തിന് വലിയ തടസ്സമല്ലേ എന്ന്. അത് താഴോട്ട് വരുമ്പോൾ, മുകളിൽ പോയാൽ ശൂന്യാകാശമാണ്. ഒരറ്റത്ത് ഇങ്ങനെ നോക്കിയാൽ താഴെ മേഘങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കാണില്ലേ? അത്രയും ശൂന്യമായ അന്തരീക്ഷത്തിലൂടെ വിമാനം ഇവിടെ ഒരു വാഹനം പോകാത്ത സ്പീഡിൽ പോവുകയാണ്. എന്താണ് അവിടുത്തെ വായുവിന് കനം കുറവാണ്. ഒന്ന്, ഇവിടെ താഴോട്ട് വരുമ്പോ ഓക്സിജനും എല്ലാ അന്തരീക്ഷം മലിനീ കിടക്കാണ്. ഇവിടെയാണ് വായുവിന് കനം കൂടുതൽ, അവിടെ കനം കുറവാണ്. മാത്രമല്ല ഭൂഗുരുത്വാകർഷണം കുറവാണ്. അതുകൊണ്ട് ഈ വാഹനത്തിന് സഞ്ചരിക്കാൻ വേഗതയ്ക്ക് സ്പീഡിന് നല്ല വേഗതയുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് മേലോട്ട് പോകുമ്പോൾ അള്ളാഹു പറയാണ്, നോക്കൂ നിങ്ങൾ ഈ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് നിങ്ങൾക്ക് താമസയോഗ്യമായ സ്ഥലം തന്നെയാണ്. ചന്ദ്രനിൽ പോയാൽ അതില്ല, അല്ലെ? ചൊവ്വയിൽ പോയാൽ അതില്ല. മനുഷ്യൻ ഈ ഭൂമിയുടെ ചുറ്റുവട്ടത്തിലായിക്കൊണ്ട് സസ്യങ്ങൾക്ക് വളരാനും ജീവികൾക്കെല്ലാം വളരാനും മനുഷ്യന് ജീവിക്കാനും അതിന് പറ്റിയ ആ ഓക്സിജൻ അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നു. സസ്യങ്ങൾ ഓക്സിജൻ പുറന്തള്ളുന്നു, അത് മനുഷ്യൻ ശ്വസിക്കുന്നു. മനുഷ്യൻ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു, അത് സസ്യം ശ്വസിക്കുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു. അതുകൊണ്ടാണ് ഭൂമിയിലേ മനുഷ്യരുള്ളൂ എന്ന് ഇസ്ലാം പറയാനുള്ള കാരണം. ഭൂമിയിലെ മനുഷ്യരുള്ളൂ, വേറെ ഇനി എവിടെ തരട്ടും കാര്യമില്ല, ഭൂമിയിലാണ് മനുഷ്യരുള്ളത്. അപ്പൊ ഭൂമി അല്ലാഹു തആല എത്ര സംവിധാനിച്ചു, എത്ര സന്തോഷമായി മനുഷ്യൻ ജീവിക്കാൻ. അതുകൊണ്ട് ഭൂമിയെ നിങ്ങൾക്ക് പാരാവാരമായി നിങ്ങൾക്ക് കാണാനാകും. ഉരുണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടില്ല. താമസിക്കാനുള്ള നിങ്ങൾക്ക് അതിനു വേണ്ട സംവിധാനങ്ങൾ അല്ലാഹു, ശ്വസിക്കാനുള്ള വായുവും അതുപോലെ കുടിക്കാനുള്ള വെള്ളവും അന്നവും എല്ലാം ഇവിടെയാണ്. ഇവിടുന്ന് ചന്ദ്രനിലേക്കാണ് പോയാണ്ട് ഓടിപ്പോണ രസമൊന്നും ഉണ്ടാവില്ല, തിന്നാൻ കിട്ടൂല. ഇവിടുന്ന് കൊണ്ടുപോകണം. ഇവിടുന്ന് കൊണ്ടായാലും അവിടെ തിന്നാൻ പറ്റുള്ളൂ. അത് തീർന്നു അല്ലേ? മണ്ടിയിൽ ചെന്നാൽ അവിടെ തിന്നാനൊന്നുമില്ല. അവിടെ ഫാസ്റ്റ് ഫുഡും മന്തിയൊന്നും അവിടെ ഇല്ല. അതിന് ഇങ്ങോട്ട് തന്നെ വരണം, അതിനിങ്ങോട്ട് വരണം. ഇവിടെ നമ്മൾ ഏത് പരിചയമില്ലാത്തതിന് കാടിന്റെ ഉള്ളിൽ പോയാണ് പൊട്ട് വിചാരിക്കും. അവിടുന്ന് എന്തെങ്കിലും പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ തിന്നാനുള്ളത് കിട്ടും വിചാരിക്കും. വെള്ളം കിട്ടും കുടിക്കാൻ, ജീവൻ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്നാൽ ഇവിടുന്ന് വിട്ടാൽ അതൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ അതുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കണം, ഈമാൻ വർദ്ധിപ്പിക്കണം. അള്ളാഹു പറയാണ്. ഇത് പറഞ്ഞ് 4 കാര്യങ്ങളും ഇതിന്റെ ഗൗരവത്തെയും ഇതിൽ എത്രത്തോളം മനുഷ്യന് അള്ളാഹു ഉണ്ട് എന്ന ചിന്തയെ മനുഷ്യന് വെക്കാൻ വേണ്ടിയുള്ള 4 ചോദ്യങ്ങളെയാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ മനുഷ്യ, നിങ്ങൾ ഇതിലേക്കൊക്കെ നോക്കിയില്ലേ? ഈ 4 കാര്യങ്ങളിലേക്കും നിങ്ങൾ നോക്കിയില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കാൻ, വിശ്വാസികളാകാൻ ഈ 4 തെളിവുകൾ മാത്രം മതി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തങ്ങളായ ആയത്തിൽ ഭൂമിയെ അല്ലാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചതും പർവ്വതങ്ങളെ ആണികളാക്കി വെച്ചതിന്റെ ആയത്തുകൾ വ്യത്യസ്തങ്ങളായി പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അവസാനം ഈ സൂറത്ത് മുഴുവനാക്കാം. അവസാനം അല്ലാഹു പറയാണ്, ഫദക്കിർ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നബിയേ അല്ലാഹുവിന്റെ തൗഹീദിലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക്, വിശുദ്ധമായ ഇസ്ലാമിലേക്ക് അതിന്റെ തെളിവുകളെ വെച്ച് നിങ്ങൾ ജനങ്ങളോട് ഉത്ബോധനം നടത്തണം, ഓർമ്മപ്പെടുത്തൽ നടത്തണം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, തീർച്ചയായും നബി അങ്ങ് ഓർമ്മപ്പെടുത്തുന്ന ഒരു മെസ്സഞ്ചറാണ്, ഓർമ്മപ്പെടുത്താനുള്ള ഒരാളാണ്. അതുകൊണ്ട് അങ്ങ് ഓർമ്മപ്പെടുത്തണം. ലസ്ത അലൈഹിം ബിമുസൈതിർ, ഒരിക്കലും നിങ്ങൾ അവരുടെ മേലിൽ ഒരിക്കലും അധികാരം ചുമത്താൻ പാടില്ല. അനുയായികളെ മേലിൽ ഇസ്ലാമിനെ സ്വീകരിക്കാൻ നിൽക്കുന്ന വിവരമില്ലാത്ത മനുഷ്യരുടെ ജാഹിലിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരെടുക്കൽ നിങ്ങൾ ഒരിക്കലും തന്നെ അധികാരം ചെലുത്താൻ പാടില്ല. അവരെ പെട്ടെന്ന് ആക്രമിക്കാൻ പാടില്ല. ഇസ്ലാം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ബലാത്കാരം ഇസ്ലാമിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും ബലാത്കാരമില്ല എന്നാണല്ലോ. ഈ ആയത്ത്
കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പിന്നെ യുദ്ധങ്ങളൊക്കെ നടന്നില്ലേ. യുദ്ധങ്ങൾ ഒരർത്ഥത്തിൽ നിന്നല്ല, അത് പ്രതിരോധങ്ങൾ മാത്രമാണ് യുദ്ധം. ഇസ്ലാമിക യുദ്ധങ്ങളൊക്കെ അങ്ങനെയാണ്. വെറുതെ ഇസ്ലാം യുദ്ധക്കൊതിയന്മാരായി ഒരിക്കലും യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. എന്നാൽ തന്നെയും അങ്ങനെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ എന്നൊരു ചോദ്യം ഉണ്ടാകും. അതിന്റെ തഫ്സീർ ജലാലിനി പറയുന്നുണ്ട്, ഈ ആയത്ത് ഇറങ്ങിയത് ജിഹാദിനുള്ള അംറ് വരുന്നതിന്റെ, കൽപ്പന വരുന്നതിന്റെ മുമ്പാണ്. ഇസ്ലാം ഓരോ നിയമങ്ങൾ ഒന്നൊന്നിന് പിറകെയായിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പൊ ഈ ജിഹാദിന്റെ യുദ്ധം, അതായത് പ്രതിരോധിക്കാം, ഇങ്ങോട്ട് ആക്രമിക്കുന്നവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യാം എന്നുള്ള കൽപ്പനയും അതിന്റെ നിയമങ്ങളും വരുന്നതിന്റെ മുമ്പാണ് ഈ ആയത്ത് വന്നത്. മക്കയിൽ നിന്ന് യുദ്ധം ചെയ്തിട്ടില്ലല്ലോ അല്ലെ? ഇസ്ലാമിന്റെ തുടക്കകാലത്ത് യുദ്ധം ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമിച്ച് നീറി ഉരുകി തീരെയായിരുന്നു അല്ലെ? എത്ര പ്രയാസപ്പെടുത്തി 3 വർഷത്തോളം അന്നം വെള്ളം കൊടുക്കാത്ത രൂപത്തിൽ അങ്ങോട്ടൊന്നും കൊടുക്കരുതെന്ന് അവര് ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല മക്കക്കാര്. ഇങ്ങനെയൊക്കെ സഹിച്ചു നിൽപ്പോഴും അവിടെ തിരിച്ചടിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ധീരനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഹംസത്തുൽ ഖറാർ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ പ്രകടനമൊക്കെ നടത്തി. പക്ഷെ അപ്പോഴും തിരിച്ചടിച്ചിട്ടില്ല. ഇന്ന് ഒരാളാണെങ്കിൽ തല്ലാൻ പോലെ. അപ്പൊ അന്ന് ഇതായിരുന്നു അന്നത്തെ ഉത്ബോധനം. ഇതായിരുന്നു നബി ഒരിക്കലും അവരുടെ പേരിൽ അക്രമം അയച്ചു വിടരുത്, അവരോട് പോരാടാൻ ഇപ്പോൾ പോകരുത്. അങ്ങ് ഓർമ്മപ്പെടുത്തലിന്റെ, സമാധാനത്തിന്റെ, ഖുർആനിന്റെ വചനങ്ങളെ ഓതിക്കേൾപ്പിക്കുക, അള്ളാഹുവിന്റെ ദലായിലുകളെ, തെളിവുകളെ അങ്ങ് അവരിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് മാത്രം മതി. ഇപ്പോൾ അവര് വിസമ്മതിച്ചു കഴിഞ്ഞാലോ, അള്ളാഹുവിന്റെ ഈമാനിന്റെ തെളിവുകളെ അവർ കളവാക്കുകയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും ചെയ്താൽ, അവര് ഖുർആനിനെ കളവാക്കുകയും ചെയ്തു കഴിഞ്ഞാലോ, അപ്പൊ പിന്നെ കൈകാര്യം നമ്മളാണ്. അല്ലാഹു പറയാൻ അല്ലാഹു പറയാൻ നമ്മളാണ് പിന്നെ അവർക്കുള്ള വലിയ ശിക്ഷ കൊടുക്കുന്നത് നമ്മളാണ്. ഇന്ന ഇലൈന ഇയാബഹും, അവര് നമ്മിലേക്കാണ് മരണപ്പെട്ടാൽ തിരിച്ചു വരാനുള്ളത്. ആരും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്നില്ല. അതുകൊണ്ട് നബിയെ അവരോടിപ്പോ പോരാട്ടത്തിനൊന്നും പോകണ്ട. ഫദക്കിർ, അങ്ങ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. അങ്ങ് ഓർമ്മപ്പെടുത്തുന്ന ആള് മാത്രമാണ് ഇപ്പൊ പോരാളിയായിട്ടില്ല. ഇനി അവരെങ്ങാനും വിശ്വസിച്ചില്ല, അവരെ ഇസ്ലാമിനെ എതിർക്കുകയും ഖുർആനിനെ കളവാക്കുകയും ചെയ്താൽ അപ്പൊ നമ്മളെ നമ്മൾ നല്ല ശിക്ഷ നമ്മൾ കൊടുത്തോളാം. എപ്പോ കൊടുക്കും? എപ്പോഴാ കൊടുക്കുന്നത്? ഇന്ന ഇലൈന ഇയാബഹും, അവര് നമ്മളിലേക്കാണ് മരണപ്പെട്ടാൽ വരുന്നത്. അവർക്ക് കൊടുക്കാനുള്ളത് ഒറ്റ മനുഷ്യനും വിട്ടുപോകാതെ അതിന്റെ ഹിസാബ് പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ സൂറത്തിന്റെ തുടക്കം തന്നെ അള്ളാഹു വിശ്വസിച്ചവരെയും അവിശ്വസിച്ചവരെയും 2 വിഭാഗത്തിനെ കുറിച്ച് പറഞ്ഞു. വിശ്വസിച്ച ആളുകൾക്ക് കിട്ടുന്ന നിഅമത്തുകൾ, സ്വർഗീയ ആരാമങ്ങളെ പറഞ്ഞു. അവിശ്വസിച്ച ആളുകൾക്കുള്ള, കാഫിരിങ്ങൾക്കുള്ള അദാബിനെയും ശിക്ഷയെയും അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയാണ്, വിശ്വസിച്ചവരെ നിങ്ങളുടെ ഈമാൻ ഉറപ്പിക്കാനും വിശ്വസിക്കാത്തവരെ നിങ്ങൾക്ക് വിശ്വാസം മനസ്സിലേക്ക് കൊണ്ടുവരാനും ചില അത്ഭുതങ്ങളിലേക്ക് നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നിട്ടാണ് ആ 4 അത്ഭുതങ്ങളെ പറഞ്ഞത്. അതിനുശേഷം അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയെ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചങ്ങ് പറഞ്ഞേക്ക്, കേൾക്കാത്തവർക്ക് അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ചെറിയ വലിയ ആശയമുള്ള സൂറത്താണ് സൂറത്തുൽ ഗാശിയ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലും പകലിലും പെരുന്നാൾ നിസ്കാരങ്ങളിലും ഒക്കെ ഓതുന്ന ഒരു വലിയ ചെറിയ എന്ന വലിയ ആശയമുള്ള സൂറത്താണ് സൂറത്തുൽ ഗാശിയ എന്ന സൂറത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ സൂറത്തിന് പറഞ്ഞതും കേട്ടതും എല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ.